helium atom, helium atom loses 2 electron and become എന്താണ് ഹീലിയം അയോൺ. അങ്ങനെ 2 ഇലക്ട്രോൺസ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അല്ല, പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ഏത് ചാർജാണ് കൂടി നിൽക്കുന്നത്? പ്രോട്ടോൺ 2 എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വാലൻസി വിട്ടു കൊടുത്തുകൊണ്ട് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. അതേപോലെ തന്നെ അയോണിക് ഫോർമുല എന്ന് പറഞ്ഞാൽ He2+. ഇതാണോ അക്ഷിത? ഇതാ. ഓക്കെ. എലിജയ്ക്ക് ഇതൊക്കെ അറിയാമോ? എലിജ? ഓക്കെ, ഫൈൻ. നോക്കിക്കോളൂ. അപ്പം അടുത്തത് ഹൈഡ്രജൻ കൂടെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് അയോണിക് ഫോർമുല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഹൈഡ്രജൻ എങ്ങനെയാണ് എഴുതുന്നത്? ഹൈഡ്രജൻ അതിൻ്റെ കൂടെ അങ്ങ് എഴുതി പൊക്കണം കേട്ടോ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H11 ആണ്. അപ്പം ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ ആണ്. ഇപ്പോൾ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണവും 1 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 ആണ്. ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? ന്യൂട്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും 1 - 1 ആണ്, 0 ആണ് അല്ലേ? ഇനിയും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. അതേപോലെ തന്നെ അതിൻ്റെ എന്താണ്, അപ്പം ഇതിന് മാത്രം ഇതിൻ്റെ വാലൻസി എന്നുള്ളത് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇൻ ഓർഡർ ടു ബിക്കം സ്റ്റേബിൾ അങ്ങനെയൊന്നും പറയണ്ട. ഇതിൻ്റെ വാലൻസി 1 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് +1 വരുന്നത്? ഹൈഡ്രജന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരെണ്ണം കൂടെ വേണ്ടേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അതായത് ഇത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ആണ്. ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം അക്ഷിത? ഒരെണ്ണം കൂടെ വരണം. ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ വാലൻസി എന്തായിരിക്കും? 2. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +2. പക്ഷേ +2 -2. ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു വരേണ്ടത്? -2. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന വട്ടി എടുത്ത് ഞാൻ നോക്കി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ഇലക്ട്രോണെ മേടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? 1 ഇലക്ട്രോണെ മേടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഇലക്ട്രോണെ മേടിക്കുവാണെങ്കിൽ മൈനസ് ചാർജ്, ഇലക്ട്രോണെ കൊടുക്കുവാണെങ്കിൽ പോസിറ്റീവ് ചാർജ്. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചേ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺ സ്റ്റേബിൾ ആണ്. 1 ഇലക്ട്രോൺ വേണമല്ലോ. വേണം. അപ്പം മൈനസ് ചാർജ് അല്ലേ വരേണ്ടത്? H1- ഒന്നല്ലേ വരേണ്ടത്? പക്ഷെ അങ്ങനെ വരത്തില്ല. H1+ ആയിരിക്കും. അത് എന്താന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയിൽ നോർമലി ഉള്ള കൺസെപ്റ്റിൽ നിന്നും കുറച്ച് എക്സെപ്ഷണൽ കൺസെപ്റ്റ് കുറേ കാര്യങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോണെ വാങ്ങുക തന്നെയാണ്. വാങ്ങിയാലേ സ്റ്റേബിൾ ആവത്തുള്ളൂ. വാങ്ങുമ്പോൾ 1- ആണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ്റെത് എന്താണ്? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കേണ്ട. കുഞ്ഞു തലയായതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചാൽ മതി. +1 ആണ്. അതിൻ്റെ അയോണിക് ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? H1+ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണം. ഇത് എഴുതിയിട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അർച്ചനയ്ക്ക് മനസ്സിലായോ? സാറ് വാലൻസ് കഴിഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നപ്പോൾ മനസ്സിലായില്ല. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മുടെ ഫസ്റ്റ് ഷെല്ലില് K ഷെല്ലിൽ ഒന്നേ ഉള്ളൂ, L ഷെല്ലില്ല ഒന്നേ ഉള്ളൂ ഇല്ലേ? ശരിയല്ലേ? മൈക്ക് ഓണാക്കി വെച്ചോ. K ഷെല്ലിൽ ഒന്നേ ഉള്ളൂ.
ഉള്ളൂ. അപ്പോൾ സ്റ്റേബിൾ ആവണേ സാധാരണ എന്ത് വേണം? ഒന്നുകൂടെ വേണം. ഒന്നുകൂടെ വേണം ഇല്ലേ? പക്ഷെ അപ്പൊ ഒന്നുകൂടെ മേടിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടുതലാകുമ്പോൾ He1 - എന്നല്ലേ വരിക? പക്ഷെ ഹൈഡ്രജന്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ ചെയ്യുന്നത് അതായത് 1+ ആയിരിക്കും. അതായത് 1+ +1 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ നമുക്ക് പഠിക്കണം. അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്നും ഹൈഡ്രജന്റെ അയോണിക് ഫോർമുല H1+ ആണെന്നും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൻവിൻ കയറിയോ മോനെ? അൻവിൻ ഓക്കെ. അൻവിൻ ഇത് മനസ്സിലായോടാ? അൻവിൻ മനസ്സിലായി. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രോണെ മേടിക്കുമ്പോൾ നെഗറ്റീവ് ചാർജും കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഹൈഡ്രജന്റെ കേസിൽ മാത്രം ഹൈഡ്രജൻ സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം, മൈനസ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഹൈഡ്രജന്റെ കേസിൽ മാത്രം നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കുന്നു മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. നമ്മൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം എഴുതിയായിരുന്നോ? ലിഥിയം ശ്രേയോട് ചോദിക്കാം. ശ്രേയ ഒന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു. ലിഥിയം എഴുതിയോ ശ്രേയ? എഴുതി. ബെർലിയം എഴുതിയോ? എഴുതി. ബോറോൺ എഴുതിയോ? ബോറോൺ. കാർബൺ, നൈട്രജൻ എഴുതിയോ? എഴുതി. ഓക്സിജൻ എഴുതിയോ? എഴുതി. ഫ്ലൂറിൻ എഴുതിയോ? കാൽസ്യം എഴുതിയോ? എഴുതിയെന്ന് തോന്നുന്നു. എഴുതി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടെണ്ണം കൂടെ എഴുതിക്കോ. അതായത് ഒന്ന് നിയോൺ, അതായത് Ne എന്നാണ് അത് പറയുന്നത്. Ne1020 എന്നായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ A, അത് 20. ആറ്റോമിക് നമ്പർ Z 10. പ്രോട്ടോണിന്റെ എണ്ണം 10. ഇലക്ട്രോണിന്റെ എണ്ണം 10. ന്യൂട്രോണിന്റെ എണ്ണം 20 - 10 = 10. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 8 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം outermost shell is completely filled. Neon is already stable. Neon is already stable. കാരണം ഇത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് എന്ന് പറയുമ്പോൾ മറ്റാൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്. റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോണെ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യാൻ കഴിവുള്ളവ മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. ഇവനെ സംബന്ധിച്ച് ഇവൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ഇവൻ മറ്റാരുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ തന്നെ ഇവന്റെ വാലൻസി 0 ആയിരിക്കും. ഇവന്റെ വാലൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. വാലൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല ഇവന്. ഇനി ഒരെണ്ണം കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ 20 എണ്ണമായി. അതിൽ അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു ഇനർട്ട് ഗ്യാസ് ആണ്. അത് ആർഗൺ എന്ന് പറയും. അതും നമ്മൾ ഇതുവരെ എഴുതിയില്ല. ആർഗൺ നോക്കിക്കോളൂ, ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ആർഗൺ AR 1839 എന്ന് എഴുതിയാൽ മതി. 39 40 ഉള്ളതുണ്ട്. കാരണം നമുക്ക് ഐസോടോപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിക്കാം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവന്റെ മാസ് നമ്പർ എന്നുള്ളത് A എന്ന് പറയുന്നത് 39 എടുക്കാം. ആറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നത് 18 എടുക്കാം. പ്രോട്ടോണിന്റെ എണ്ണം 18 എടുക്കാം. ഇലക്ട്രോണിന്റെ എണ്ണം 18 എടുക്കാം. ന്യൂട്രോണിന്റെ എണ്ണം 39 - 18 എന്ന് പറയുന്നത് നമുക്ക് 21 എന്ന് വരുന്നു. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 8 8 ആണ്. 18 വരണം ഇല്ലേ? അപ്പം ഇവിടെ നമുക്ക് എഴുതാം
outermost shell is shell is completely filled argon is already stable അതും എന്താണ് ഇനർട്ട് ഗ്യാസ് ആണ്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ അതായത് ജനറലി അവൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവൻ ഇനർട്ട് ഗ്യാസ് ആയിരിക്കും. ഇനർട്ട് ഗ്യാസ്. എഴുതിയോ? എല്ലാവരും എഴുതിയോ? എഴുതിയെങ്കിൽ എല്ലാവരും എഴുതിയെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. രണ്ടുപേരും എഴുതി കഴിഞ്ഞിട്ടുള്ളോ? ഓക്കെ, നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. എല്ലാവരും അടുത്ത ഹെഡിങ് എഴുതിക്കോ. നെയിംസ് ആൻഡ് സിംബൽസ് ഓഫ് സം അയോൺസ്. ഹെഡിങ് എഴുതിക്കോളൂ. നെയിംസ് ആൻഡ് സിംബൽസ് ഓഫ് സം അയോൺസ്. നെയിംസ് ആൻഡ് സിംബൽസ് ഓഫ് സം അയോൺസ്. names and symbols of some ions. Name and symbols of some ions. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 1ഉം കാണിക്കുന്ന അയോൺസിനെ ഒരുമിച്ച് എഴുതാൻ പോകും. അതായത് പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 1ഉം കാണിക്കുന്ന എല്ലാ അയോൺസിനെയും നമ്മളിപ്പോൾ ആദ്യം എഴുതാൻ പോവാണ്. പിന്നെ പോസിറ്റീവ് 2ഉം നെഗറ്റീവ് 2ഉം കാണിക്കുന്ന അയോൺസിനെ എല്ലാം ഒരുമിച്ച് എഴുതുന്നു. പിന്നെ പോസിറ്റീവ് 3ഉം നെഗറ്റീവ് 3ഉം കാണിക്കുന്ന അയോൺസിനെ എല്ലാം ഒരുമിച്ച് എഴുതുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 1ഉം കാണിക്കുന്നവരെല്ലാം ഇപ്പം എഴുതാൻ പോകണം ഒരു സെറ്റിൽ. രണ്ടാമത്തെ സെറ്റിൽ പോസിറ്റീവ് 2ഉം നെഗറ്റീവ് 2ഉം കാണിക്കുന്നവർ. മൂന്നാമത്തെ സെറ്റിൽ പോസിറ്റീവ് 3 നെഗറ്റീവ് 3 കാണിക്കുന്നവർ. അപ്പം ആദ്യം നിങ്ങളൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സോഡിയം അയോണിക് ഫോർമുലയാണ്. സോഡിയത്തിൻ്റെ അയോൺ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. Na1+. അതേപോലെ രണ്ടാമത്തേത് പൊട്ടാസ്യം. അത് K1+ ആണ്. K+ എന്ന് എഴുതിയാലും മതി. അടുത്തത് സിൽവർ ആണ്. സിൽവറിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് അർജന്റം എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പൽ Ag1+ എന്നാണ് എഴുതുക. ഇനി അതേപോലെ തന്നെ കോപ്പറിൻ്റെത് Cu1+ ആണ്. അതായത് കുപ്രസ് എന്ന് പറയുന്നത് കോപ്പറിന് രണ്ട് അയോൺസ് ഉണ്ട്. Cu1+ ഉണ്ട്, Cu2+ ഉണ്ട്. Cu1+ അയോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവന് നമ്മൾ കുപ്രസ് എന്നാണ് വിളിക്കുന്നത്. കുപ്രസ് എന്ന് വിളിക്കും. കോപ്പർ എന്ന് വിളിക്കത്തില്ല, കുപ്രസ് എന്നായിരിക്കും. കുപ്രസ് അയോൺ എന്നായിരിക്കും വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലോറിനുമായിട്ട് ചേരുമ്പോൾ കുപ്രസ് ക്ലോറൈഡ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റേത് H1+ ആയിരിക്കും. H1+ ഹൈഡ്രജൻ്റെ. അടുത്തത് ക്ലോറിൻ്റെത് Cl1- ആണ്. C സ്മോൾ ലെറ്റർ 1-. Cl1-. അടുത്തത് ബ്രോമൈഡ്, അതായത് ബ്രോമിൻ്റെ അയോൺ ബ്രോമൈഡ് അയോൺ എന്നാണ് പറയുന്നത്. അത് Br1- എന്ന് എഴുതുക.
അടുത്തത് ഫ്ലൂറിൻ, ഫ്ലൂറിൻ F1- എന്ന് എഴുതാം. അടുത്തത് അയോഡിൻ, അതിന് നമ്മൾ അയോഡൈഡ് അയോൺ എന്നാണ്. ഇപ്പം ഇതിനെ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഈ ക്ലോറിൻ എഴുതണ്ട, ക്ലോറിൻ്റെ അയോണിനെ ക്ലോറൈഡ്, അല്ലെങ്കിൽ ക്ലോറിൻ നിങ്ങൾ എഴുതിയെങ്കിൽ ബ്രാക്കറ്റിൽ ക്ലോറൈഡ് എന്ന് അങ്ങോട്ട് എഴുതിയാണേ. ക്ലോറൈഡ് അയോൺസിൻ്റെ പേര് ക്ലോറൈഡ് എന്നാണ് പറയുക. ഇത് ബ്രോമിനാണ്, അതിൻ്റെ അയോണിനെ നമ്മൾ ബ്രോമൈഡ് എന്നാണ് പറയുക. ബ്രോമൈഡ് അത് വേണം നിങ്ങൾ ഇപ്പുറത്ത് എഴുതിയാലും മതി, ഇതിൻ്റെ ഇപ്പുറത്ത് എഴുതിയാലും മതി. ഓക്കെ, അത് അവിടെ ബ്രാക്കറ്റ് ഇട്ട് എഴുതിയില്ലെങ്കിലും എൻ്റെ ഇപ്പുറത്തോട്ട് എഴുതിയാലും മതി. അതുകൊണ്ട് ഞാനത് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ കുപ്രസ് എഴുതി പോലെ എഴുതിയാലും മതി. ഓക്കെ, ക്ലോറിനാണ്, ഇത് ക്ലോറൈഡ് എന്ന് പറയുന്നു. ക്ലോറൈഡ് ആ എലമെന്റ് ആണ് ക്ലോറിൻ എന്ന് പറയും, അയോൺ ആണെങ്കിൽ ക്ലോറൈഡ് എന്ന് പറയും. ഇത് ബ്രോമൈഡ്, ഇത് ഫ്ലൂറൈഡ്. ഇനി അയോഡിൻ്റെ അയോൺ, അയോഡിനെ നമ്മൾ അയോഡൈഡ് അയോൺ, I- എന്നാണ് പറയുക, I- എന്ന് പറയുക, അയോഡൈഡ് എന്ന് പറയും. അയോഡൈഡ്. അടുത്ത അയോൺ, ഇതുവരെയുള്ളതൊക്കെ നമുക്ക് ഇലക്ട്രോണിനെ മേടിക്കുകയാണോ കൊടുക്കുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ എഴുതാൻ പോകുന്നത് അങ്ങനെയുള്ളതല്ല. അതായത് നമ്മളത് കാണാതെ പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒന്ന് ഹൈഡ്രജൻ സൾഫേറ്റ്, ഹൈഡ്രജൻ സൾഫേറ്റിനെ നമുക്ക് HSO4 1- എടുക്കാം. ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്. അതിനെ നമ്മൾ ബൈസൾഫേറ്റ് എന്നും പറയും. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഹൈഡ്രജൻ സൾഫൈറ്റ് ഉണ്ട്. ഹൈഡ്രജൻ സൾഫൈറ്റ്, PHIT, അത് HSO3 ആയിരിക്കും. HSO3, അതിനെ നമ്മൾ ബൈസൾഫൈറ്റ് എന്ന് പറയും. HSO3 ഇനി അടുത്തത് നമുക്ക് അമോണിയം, ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട കേട്ടോ, എന്നാലും നിങ്ങൾക്ക് റിയാക്ഷൻസ് ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അമോണിയം NH4 1+, അമോണിയം. അതേപോലെ ഹൈഡ്രോക്സൈഡ് നമ്മൾ ഹൈഡ്രോക്സിൽ എന്നും പറയും കേട്ടോ. ഹൈഡ്രോക്സിൽ എന്നും പറയും. അത് OH1- ആണ്. അടുത്തത് നൈട്രേറ്റ്, NITRATE, നൈട്രേറ്റ് NO3 1- ആണ്. ഇനി നൈട്രൈറ്റ് ഉണ്ട്, IT, NITRIT, നൈട്രൈറ്റ് NO2 1- ആണ്. NO2 1-. അടുത്തത് ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. അത് നമ്മൾ HCO3 1-, അത് നമ്മൾ ബൈകാർബണേറ്റ് എന്ന് വിളിക്കും. പിന്നെ ഒരെണ്ണം കൂടെ എഴുതിക്കും ഇതിനകത്ത്, പെർമാംഗനേറ്റ് അയോൺ. അത് നിങ്ങൾ 2-3 അടുത്ത് മാത്രമേ ഇത് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് എഴുതി തരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്തല്ല, അടുത്ത അതായത് ആസിഡ് ബേസ് സോൾട്ടിനകത്തൊക്കെ അത് വരുന്നുണ്ട്. പെർമാംഗനേറ്റ് അയോൺ, അതിനെ നമ്മൾ MnO4 1- എന്ന് പറയും.
ഇതിൻ്റെയൊക്കെ ഇതിങ്ങനെ വന്നത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ? സംശയമുള്ളതെല്ലാം ചോദിച്ച് ക്ലിയർ ആയിക്കോണം. എപ്പോഴും ഒരു കാര്യം പഠിക്കണം, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ മാത്രമേ നമുക്ക് വാലൻസി മറ്റേ എഴുതി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ഇലക്ട്രോണെ മേടിക്കുവാണോ കൊടുക്കുവാണോ എന്നൊക്കെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഹൈഡ്രജൻ സൾഫേറ്റ് വരുന്ന സമയത്ത് അവിടെ H ഉണ്ട്, S ഉണ്ട്, O ഉണ്ട്, ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വാലൻസി നമുക്ക്, അല്ലെ ആ അയോണിൻ്റെ വാലൻസി കാണാതെ പഠിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ്. ബൈഹാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി പോയി എന്ന് എഴുതി വെച്ചാൽ മതി. സ്കൂളിൽ ഇത് ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ച് തരില്ല. നമ്മളൊരു ബോക്സ് ആയിട്ട് തന്നിട്ട് ഇത് ഓരോന്നോരോന്ന് പഠിപ്പിച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കെമിസ്ട്രി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സ്കൂളിൽ ഇത് തരത്തില്ല. ചില സ്കൂളിൽ തരും, ചില സ്കൂളിൽ തരത്തില്ല. എന്നിട്ട് അടുത്ത എഴുതാൻ പോവാ. ഇത്ര എഴുതിയോ അക്ഷിത? ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? മനസ്സിലായോ ഈ കാര്യങ്ങൾ അക്ഷിത? എഴുതി. ഓക്കെ. ശ്രേയ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. അതേപോലെ തന്നെ എലിജ ഓക്കെ ആണോ? എലിജ ഓക്കെ. ഓക്കെ. അൻവിനോ? ഓക്കെ ഓക്കെ ഓക്കെ. അൻകിത്ത്, അർച്ചിത, ആരവ്, റിജോ ഓക്കെ. ഇത് ഇതേപോലെ തന്നെ കാണാതെ പഠിക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് നമ്മളിപ്പോൾ ഇങ്ങനെ താഴോട്ടൊരു ലൈൻ ഇടുക, എന്നിട്ട് അടുത്തത് താഴോട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. അത് നമ്മൾ ഇനി 2+ഉം 2- വരുന്ന എഴുതാൻ പോകുന്നത്. അതിലാദ്യം മഗ്നീഷ്യം എഴുതാൻ പോകും. മഗ്നീഷ്യത്തിൻ്റെത് Mg2+ എന്നാണ് നമ്മൾ അതിൻ്റെ അയോണിക് ഫോർമുല എഴുതുന്നത്. രണ്ടാമത്തേത് കാൽസ്യം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അയോൺസ് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയതാണ്. Ca2+ ആണ്. അടുത്തത് സിങ്ക് നമുക്ക് പഠിക്കാനില്ലായിരുന്നു, പക്ഷെ അത് പഠിക്കണം. Zn2+ ആണ് അതിൻ്റെ അയോണിക് ഫോർമുല. ഇനിയും അടുത്തത് അടുത്തത് അയൺ 2 എന്ന് പറഞ്ഞാൽ, അയൺ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം അയൺ ഇങ്ങനെ റോമൻ ന്യൂമറിൽ അയൺ 2 ഇങ്ങനെ തരും. അയൺ 2 ക്ലോറൈഡ്, അയൺ 2 ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ അയൺ 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയണും ഈ നേരത്തെ പറഞ്ഞ കോപ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ കോപ്പറിനും 2 വാലൻസി ഉണ്ട്, Cu1+ഉം Cu2+ഉം. അതേപോലെ അയണും 2 വാലൻസി ഉണ്ട്, Fe2+ഉം Fe3+ഉം. അപ്പോൾ ഇത് 2 എന്ന് പറയുമ്പോൾ Fe2+ വാലൻസി ആണെന്നുള്ള കാര്യം ഓർത്തോണം. അത് ഫെറസ് ആയിരിക്കും, ഫെറസ് എന്നായിരിക്കും എന്നെ പറയുന്നത്, ഫെറസ്. അടുത്തത് ഞാൻ കോപ്പർ, നേരത്തെ നമ്മൾ കോപ്പർ 1 ആയിരുന്നു എഴുതിയത്, കോപ്പർ അല്ലേ? ഇത് കോപ്പർ 2 ആണ്. കോപ്പർ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാലൻസി Cu2+ ആണ്. Cu1+നെ നമ്മൾ കുപ്രസ് എന്ന് പറഞ്ഞെങ്കിൽ Cu2+നെ നമ്മൾ കുപ്രിക് എന്നായിരിക്കും പറയുന്നത്, കുപ്രിക്. അടുത്തത് ഓക്സിജന്റെ അയോണിനെ നമ്മൾ ഓക്സൈഡ് അയോൺ എന്നായിരിക്കും പറയുക. അപ്പോൾ ഓക്സൈഡ് അത് O2- എന്നായിരിക്കും വരിക. അടുത്തത് സൾഫൈഡ്. സൾഫൈഡിനെ നമ്മൾ S2- എന്നായിരിക്കും എഴുതുക, സൾഫൈഡ്. സൾഫറിന്റെ അയോൺ ആണ് സൾഫൈഡ്. അപ്പം സൾഫൈഡ് അയോൺ എന്നാണ് പറയുന്നത്, S2-. ഇനിയും കാർബണേറ്റിനെ നമ്മൾ CO3-2- എന്നായിരിക്കും എഴുതുക. അതേപോലെ തന്നെ സൾഫേറ്റ് ഉണ്ട്. സൾഫൈറ്റിന് നമ്മൾ SO3-2-ഉം സൾഫേറ്റിന് PHAT സൾഫേറ്റിന് SO4-2- ആയിരിക്കും എഴുതുക. ഇനി അതിൻ്റെ താഴോട്ട് അടുത്തത് ലെഡിനെ ലെഡ് നമുക്ക് പഠിക്കാനൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ പല റിയാക്ഷനകത്ത് ലെഡ് വരുന്നതുകൊണ്ട് അതിൻ്റെ വാലൻസി പഠിക്കണം. Pb2+ ആണ്. അതേപോലെ ബേരിയവും നമ്മൾ പഠിക്കാനുള്ള 20 ആൾക്കാരുടെ ലിസ്റ്റിലില്ല. ബേരിയം എന്ന Ba2+ ആണ്, Ba2+. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ സ്കൂളിൽ തരാത്തൊരു സാധനമാണ്. ഒന്ന് പെർമാംഗനേറ്റ് അയോൺ നേരത്തെ തന്നത്, 2 ഡൈക്രോമേറ്റ് അയോൺ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാനങ്ങ് തരികയാണ്. ഡൈക്രോമേറ്റ്, നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞൊരു റിയേജൻറ്റിനെ പറ്റി പഠിക്കാനുണ്ട്, ഇപ്പോഴല്ല അടുത്ത ചാപ്റ്ററുകളിൽ. അപ്പോൾ ഡൈക്രോമേറ്റ്, അതിനകത്തെ അയോണാണ് ഡൈക്രോമേറ്റ് അയോൺ. അത് Cr2O7-2- ആയിരിക്കും.
സാറേ സൾഫേറ്റിന്റെ മേളിൽ എന്തോ എഴുതിയേക്കുന്നേ? സൾഫൈറ്റ്. സൾഫേറ്റ്. ഇത് സൾഫൈറ്റ് ആണ്. SULPHIT ആണ് സൾഫൈറ്റ്. SULPHITയും SULPHATയും. ഐറ്റ് വരുമ്പോൾ SO3 2- ഏറ്റ് വരുമ്പോൾ SO4 2-. അടുത്തത് 3+ വാലൻസി. കുഞ്ഞുങ്ങളെ ചിലപ്പം ലാപ്പ് ഓഫ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓക്കെ കറണ്ട് വന്നു. ഓക്കെ ഫൈൻ, നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് കേൾക്കാമോ പറയുന്നത് കേൾക്കാമോ? ഓക്കെ ഫൈൻ. ഇടയിൽ കേൾക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാമോ ഇല്ലയോ എന്ന് പറയണം. അത് മസ്റ്റാണ്. നിങ്ങൾ എന്തോ ഓക്കെ ഇത് കേൾക്കാമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മിണ്ടാത്തത്? എനിക്കത് റെസ്പോണ്ട് ചെയ്യണം. അത് ആരാണെങ്കിലും എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മിണ്ടായിരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ സ്കൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ നോക്കിക്കോ. ഓക്കെ അടുത്ത നോക്കിയോ. ഇനി നമ്മൾ 3+ 3- വരുന്നത് അതിൻ്റെ താഴോട്ട് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് ബാക്കി എഴുതുക. നോക്കിയോ. അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ എഴുതിക്കോളൂ. ഓക്കെ അലൂമിനിയത്തിൻ്റെ എഴുതിക്കോ. അലൂമിനിയത്തിൻ്റെത് Al 3+ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്തത് അയൺ 3 എന്ന് പറയുമ്പോൾ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതുക. അയൺ 3 അത് Fe3+ ആയിരിക്കും. Fe3+. അതിന് നമ്മൾ ഫെറിക് എന്നായിരിക്കും പറയാം കേട്ടോ. ഫെറിക് FERRIC ഫെറിക്. അടുത്തത് ബോറോൺ നമ്മൾ B3+ എന്ന് വരും. ഏതൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ അയോണിക് ഫോർമുല പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തത് അങ്ങനെയാണ്, അതാണ് പഠിക്കാൻ പോകുന്നത്. അടുത്തത് നൈട്രൈഡ്. നൈട്രജൻ്റെ അയോണെ നൈട്രൈഡ് എന്നാണ് പറയുന്നത്. അത് N3- ആയിരിക്കും. അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ എഴുതിയിട്ടോ, ഫോസ്ഫേറ്റിന് PO4 3- ആയിരിക്കും. ഫോസ്ഫേറ്റ് PO4 3-. 3+ 3- വരുന്നത് നമുക്ക് പഠിക്കാനുള്ള അയോൺസിൽ ഇത്രമേ ഉള്ളൂ. ഇനി എക്സ്ട്രാ 2 അയോണും കൂടെ തരുവാണ്. അത് എന്തുകൊണ്ട് തന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ പെർമാംഗനേറ്റ് അയോൺ തന്നു, ഡൈക്രോമേറ്റ് അയോൺ തന്നു. അതൊന്നും നിങ്ങൾക്ക് വലിയതായിട്ട് പഠിക്കാനൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ചിലയിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അയോണും കൂടെ തന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ 2 അയോണാണ്. അണ്ടർലൈൻ ഇട്ട് താഴോട്ട് എഴുതിക്കോളൂ. സിങ്കേറ്റ് അയോൺ. അടുത്ത ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾ പഠിക്കും. സിങ്കേറ്റ് അയോൺ കാണാൻ വിളിച്ചോണം. ZnO2 2- ആണ്. അതേപോലെ അലൂമിനേറ്റ് അയോൺ. അലൂമിനേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ AlO2 1- ആണ്. സിങ്കേറ്റ് ZnO2 2-, അലൂമിനേറ്റ് AlO2 1-. ഇത് രണ്ടും കൂടെ പഠിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞ സാധനം നാളെ ബൈഹാർട്ട് ചെയ്തിരിക്കണം. നാളെ അല്ല, അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്. അടുത്ത ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 150 തവണ വരണം ഞാൻ പൊസിഷൻ എഴുതിപ്പിക്കും. അത് മസ്റ്റാണ്. കഴിഞ്ഞിട്ടേ ഞാൻ അടുത്ത ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം ബൈഹാർട്ടാക്കി പഠിക്കണം. അത് കാരണം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. ഈ കെമിസ്ട്രിയുടെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇപ്പം ഇത്ര എഴുതിയ അയോണിക് ഫോർമുല നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങളിത് കാണാൻ പഠിച്ചില്ല എംബോസ് ഞാൻ തരും. അതിനകത്തൊരു മാറ്റമില്ല. പേരൻസിനെ വിളിച്ച് ഞാൻ പറയും. ഓക്കെ ആണല്ലോ.
അത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല 150 വട്ടം ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിപ്പിക്കും. ഓക്കെ, ഞാനിവിടെ 2000 ഒക്കെയാണ് ഓരോ പിള്ളേരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. ഇവിടെ +2 പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട്. 2000 ഒക്കെ എഴുതിപ്പിച്ച് അവർ വൈകിട്ട് വരുന്ന ബാച്ചുകാർ രാത്രി 10 മണിക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എഴുതിപ്പിക്കും. മസ്റ്റായിട്ടും എനിക്ക് പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ അയോണിക് ഫോർമുല പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇത്ര എഴുതിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് കെമിക്കൽ ഫോർമുല, ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല. റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല. അക്ഷരയ്ക്ക് അറിയാമോ കെമിക്കൽ ഫോർമുല എഴുതാൻ? അക്ഷിത. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ അറിയോ? ഇല്ല. അലൂമിനിയം നൈട്രേറ്റിന്റെ എഴുതാൻ അറിയോ? രണ്ടിനും കൂടെ ഒരുമിച്ച് എഴുതണോ? അത് അങ്ങനല്ല. ഒരു കോമ്പൗണ്ട് ഇപ്പം അലൂമിനിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, അല്ലെങ്കിൽ സോഡിയം ബൈൽ സൾഫേറ്റ്, അല്ലെ അമോണിയം കാർബണേറ്റ്, അല്ലെ അലൂമിനിയം നൈട്രേറ്റ്, അല്ലെ അലൂമിനിയം നൈട്രൈഡ്, അല്ലെ ബോറോൺ ട്രൈഫ്ലൂറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്, അമോണിയം നൈട്രേറ്റ്, കാർബൺ മോണോക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ഇതൊക്കെയല്ലേ കെമിസ്ട്രി? ആണോ അക്ഷിത? ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഫോർമുല എങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മോളിൽ തന്നിരിക്കുന്ന അയോണിക് ഫോർമുല പച്ചവെള്ളം പോലെ കുടിക്കാതെ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. പിന്നെ കാണാതെ പോയി പരീക്ഷ എഴുതേണ്ടി വരും. കാണാതെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ CBSE പരീക്ഷയ്ക്ക് മൊട്ട മാർക്ക് കിട്ടും. CBSE പരീക്ഷ ഒരിക്കലും കാണാതെ പഠിക്കുന്ന പിള്ളേർക്ക് എഴുതാൻ പറ്റത്തില്ല. മാർക്ക് കിട്ടും, ഒരു 60% മാർക്ക് കിട്ടുമായിരിക്കും. 60-70% കിട്ടും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കി പഠിക്കാതെ ഇപ്പം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഫോർമുല നിങ്ങൾക്ക് അത് അറിയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കാണാതെ പഠിച്ചാണെന്നും എനിക്കറിയാം. എല്ലാവരും ഇതിനകത്തിരിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ നോക്കൂ, മഗ്നീഷ്യം ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് മഗ്നീഷ്യം ക്ലോറൈഡ് ഇതിൻ്റെ ഫോർമുല എനിക്ക് എഴുതണം. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ മഗ്നീഷ്യം ക്ലോറൈഡിനകത്തെ അയോൺസ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. മഗ്നീഷ്യത്തിൻ്റെ അയോൺസ് അവിടെ പോയി നോക്കണം. മഗ്നീഷ്യത്തിൻ്റെ അയോണിക് ഫോർമുല എന്താ? Mg2+ ആണല്ലോ. ക്ലോറിൻ്റെ എന്താണെന്ന് അവിടെ പോയി നോക്കണം. ക്ലോറൈഡിൻ്റെ 1- ആണല്ലോ. ഇതിനേതെങ്കിലും ഇങ്ങനെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ക്ലോറിൻ്റെ മണ്ടയ്ക്കുള്ള 1നെ മഗ്നീഷ്യത്തിൻ്റെ താഴെയും മഗ്നീഷ്യത്തിൻ്റെ മണ്ടയ്ക്കുള്ള 2നെ സൈൻ കൊണ്ടുവരേണ്ട, നമ്പറിനെ മാത്രം ക്ലോറിൻ്റെ താഴെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അത് മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഫോർമുലയായി MgCl2. ഇതാണ് മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർത്തോണം, മഗ്നീഷ്യത്തിൻ്റെ വാലൻസിയും ക്ലോറിൻ്റെ വാലൻസിയും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് അതുണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അക്ഷരയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമ്മുടെ അൻവിന് മനസ്സിലായോ? അൻവിൻ, സാറേ മനസ്സിലായി. അഞ്ജിത്ത്, റിജോ, ആരവ്, സാറേ വീണ്ടും ഒന്ന് പറയാവോ? ആരാ അത് ചോദിച്ചേ? സാറേ ആരോ എന്തായിരുന്നു സംശയം? എന്തായിരുന്നു എഴുതിയതിനകത്ത്? സാറേ അത് വീണ്ടും ഒന്ന് പറയാവോ? അല്ല, എന്തായിരുന്നു നിനക്ക് എന്തായിരുന്നു സംശയം തോന്നിയെന്ന് ആദ്യം പറ. സാറേ ഇടയ്ക്ക് നെറ്റ് പോയായിരുന്നു, അതുകൊണ്ട് ഒന്നും കാണുന്നില്ലായിരുന്നു. ഓക്കെ, ഫൈൻ, ശരി. ഓക്കെ, അപ്പം അല്ല, ഇവിടെ ആളിവിടെ ഉണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ഒറ്റ തവണ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പം നെറ്റ് പോയതായിരിക്കും. ഓക്കെ, എനിവേ നോക്കൂ, Mg2+. എലീജ ഇവിടെ ഉണ്ടോ? എലീജ ഉണ്ട്. ഇത് മനസ്സിലായോ മോനെ? ഓക്കെ, അപ്പം Mg2+ Cl1-. അപ്പം Mg2+, Mgയുടെ ഇപ്പം മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമുല നമുക്ക് എഴുതേണ്ടത്.
മഗ്നീഷ്യം ക്ലോറൈഡിനകത്ത് ഏതൊക്കെ അയോൺസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. മഗ്നീഷ്യം ക്ലോറൈഡിനകത്ത് മഗ്നീഷ്യം അയോൺ ഉണ്ട്. മഗ്നീഷ്യം അയോൺ അയോണിക് ഫോർമുല പോയി നോക്കുക, Mg2+ ആണ്. ക്ലോറൈഡിന്റെ അയോണിക് ഫോർമുല അപ്പുറത്ത് പോയി നോക്കുക, എഴുതിയെടുത്ത് Cl1- ആണ്. എന്നിട്ട് ഈ മഗ്നീഷ്യത്തിന്റെ മുകളിലുള്ള 2-നെ ക്ലോറിന്റെ താഴെയും ക്ലോറിന്റെ മണ്ടയ്ക്കുള്ള ഇതിനെ നമ്മൾ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് 1 ആയതുകൊണ്ട് മഗ്നീഷ്യത്തിന്റെ താഴെ അത് എഴുതത്തില്ല, Cl2 ഇങ്ങനെ എഴുതും. ഇപ്പൊ മനസ്സിലായ ആരും? മനസ്സിലായി സാറേ. ഓക്കെ. ഇനി രണ്ടാമത്തേത് ഇത് എഴുതിക്കോണം. അടുത്തത് കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡിനകത്ത് അയോൺസ് ഏതാണെന്ന് ആദ്യം നോക്കണം. കാൽസ്യം ക്ലോറൈഡിനകത്ത് കാൽസ്യം അയോൺ ഉണ്ട്, അത് Ca2+ ആണ്. ക്ലോറൈഡ് അയോൺ ഉണ്ട്, അത് Cl1- ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1-നെ ഇവിടെ കൊണ്ടിരുന്നു, 2-നെ ഇവിടെ കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എന്താ? CaCl2. അപ്പോൾ നിങ്ങൾ ചോദിക്കും Ca1 Cl2 എന്നല്ലേ എഴുതേണ്ടത്? 1 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതത്തില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് ശ്രേയ ഒന്ന് പറയാമോ? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ശ്രേയ? Mg2+. Mg2+ എന്ന് എഴുതി. ഓക്സൈഡ് ഓക്സൈഡ് O2 O2-. ഇനി എന്താ ചെയ്യണ്ടേ? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോ MgO. Mg. അതെന്താ? Mg2O2 എന്നല്ലായിരുന്നു വരേണ്ടത്? 2 കട്ടായിപ്പോവും, സെയിം ബാലൻസ്. സെയിം വാലൻസി ആയതുകൊണ്ട് അല്ലെ സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആ 2 എഴുതത്തില്ല. അപ്പൊ MgO എന്നായിരിക്കും അതിന്റെ ഫോർമുല. അറിയാത്തവർക്ക് ചോദിക്കാം. ഇപ്പം ഈ 2+ ഇതിപ്പോ സെയിം നമ്പർ ആയോണ്ടല്ലേ അത് കട്ടായിപ്പോയെ? സെയിം നമ്പർ ആയതുകൊണ്ട് കട്ടായിപ്പോയി. ഇപ്പം ഒരിടത്ത് 2+ഉം ഒരിടത്ത് 2- വന്നു, ഒരിടത്ത് 1+ഉം ഒരിടത്ത് 1- വന്നു, ഒരിടത്ത് 3+ഉം ഒരിടത്ത് 3- വന്നു. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ആ നമ്പർ കട്ടായിപ്പോവും. ഓക്കെ. അടുത്തത് നാലാമത്തേത് കാൽസ്യം സൾഫേറ്റ്. സൾഫേറ്റ് ശ്രദ്ധിച്ചോണം. AT ആണോ IT ആണോ എന്നൊക്കെ ഓർത്തോണം. ഇത് അൻവിൻ പറയണം. അൻവിൻ. Ca 2+. സൾഫേറ്റിന്റെ എന്തായിരുന്നു? നോക്ക്, ഞാൻ തന്നതല്ലേ. എന്തായിരുന്നു ചോദിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ. SO4 2-. SO4 2-. അടുത്ത എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തു. എന്ത് സംഭവിക്കും? Ca2-. Ca2-. മോളിലോട്ടൊക്കെ എങ്ങനെ എഴുതിയെന്ന് എന്റെ നോക്കുമോനെ. ആ സൈൻ ഒന്നും താഴോട്ട് വരത്തില്ല, നമ്പർ മാത്രമേ താഴോട്ട് വരത്തുള്ളൂ. അൻവിൻ പറഞ്ഞോ. Ca2 SO4 2+. SO4 2. എവിടെ എഴുതിട്ടു? 2 2 സെയിം ആയിട്ട് വരത്തില്ലേ? 2 2 സെയിം ആയിട്ട് വരത്തില്ല. മനസ്സിലായോ? അപ്പൊ എന്തെന്ന് എഴുതാ മതി? അപ്പം Ca2 എന്നല്ലേ വരുന്നേ? Ca2. എടാ 2 2 സെയിം ആയിട്ട് വരത്തില്ല നീ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ Ca2 എന്ന് പറയുന്നത്? ഒരു 2 വരത്തില്ലേ? അതെങ്ങനെ ഒരു 2 വരുന്നേ? ഇപ്പൊ രണ്ടെണ്ണം വന്ന 2 വരത്തില്ല. എടാ 2 സെയിം നമ്പർ, രണ്ടിന്റെ ബാലൻസ് സെയിം ആണെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ആയി പോകും, താഴോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ CaSO4. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലാക്കാതെ ഒറ്റ കാര്യം അടുത്തതിനകത്തോട്ട് പോകരുത്. അറിയത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു തരുമ്പോൾ അറിയത്തില്ല എന്ന് തന്നെ വീണ്ടും ഒന്നുകൂടെ പറയണം, പറഞ്ഞു തരും. പിന്നീട് പോയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഭിത്തി ഞാൻ കെട്ടി തൂക്കും. നോക്കിയോ,
നീ തന്നെ പറയണേ, നീ തന്നെയാണേ കേട്ടോ. അൻവിൻ തന്നെയാണ്. കേട്ട്. ഓക്കെ. മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഏതൊക്കെയാണ്? Mg2+. Mg2+. HSO3 1-. എടാ അല്ലല്ല. എന്താണ് തന്നിരിക്കുന്നത് ആദ്യം നോക്ക്. കുറെ സാധനമുണ്ട്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞ് കുറെ സാധനമുണ്ട്. ഇത് ഹൈഡ്രജൻ കാർബണേറ്റാ. HCO3 1-. HCO3 1- ആണോ? ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പം എന്താ വരുന്നത്? Mg1- അല്ല Mg1. Mg1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? 1 ആയതുകൊണ്ട് ഇല്ലേ? 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഞാനിത് തുടക്കത്തിലേ പറഞ്ഞതാ, നീ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ആദ്യത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. Mg. അടുത്തത് HCO3 HCO3. അതിന് പറയേണ്ടത് ട്വൈസ് എന്നാ. അതായത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വെളിയിൽ എഴുതാവൂ, മനസ്സിലായോ? അതായത് ഇവിടെ ഓൾറെഡി 3 ഇങ്ങനെ വന്നിരിക്കുന്ന ഇത് മൊത്തത്തിൽ ഒരു ടേം ആയതുകൊണ്ട് അതിന് മൊത്തത്തിലാണ് ട്വൈസ് വരുന്നത്. അതിന് മൊത്തത്തിലാണ് അതിന്റെ താഴെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ. എലീജ ഇതെന്ന് പറഞ്ഞാണ്. എലീജ സോഡിയം കാർബണേറ്റ് എലീജ ഇതെന്ന് പറഞ്ഞു. സാറേ Na1+. CO3 2-. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് അതിന്റെ എങ്ങനെയാ വരുന്നതെന്നും കൂടെ പറഞ്ഞു. Na2CO3. വെരി ഗുഡ്. Na2CO3 കഴിഞ്ഞു. കാരണം ഇത് ഇങ്ങോട്ട് വരുന്നു, ഈ 1 ഇങ്ങോട്ട് വരുന്നു. 1 വരുന്ന ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 2 മാത്രം സോഡിയത്തിന് താഴെ എഴുതിയാൽ മതി. അപ്പൊ Na2CO3. വെരി ഗുഡ്. ഓക്കെ, എഴുതി പോക്കണം. അടുത്തത് ആരവിനോടാണ് ചോദിക്കുന്നത്. അലൂമിനിയം നൈട്രേറ്റ് ആണ്. നൈട്രൈറ്റ് ആരവാണ്. ആരവ് ആരവുണ്ടോ ഇവിടെ? സാറേ Al3+. NO2 1-. ഓക്കെ. ക്രോസ് ചെയ്യുമ്പോ Al NO2 3. അതെങ്ങനെയാ പറയുന്നത്? എങ്ങനെ എഴുതണ്ടേ? ത്രൈസ്. വെരി ഗുഡ്. ത്രൈസ് കണ്ടോ? AlNO2 ത്രൈസ് ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ. അടുത്തത് AlNO2 ത്രൈസ്. അടുത്തത് അലൂമിനിയം നൈട്രൈഡ്. അലൂമിനിയം നൈട്രൈഡ്. ഇത് അങ്കിത് എന്ന് പറഞ്ഞ അങ്കിത്തെ. Al3+. NO2 1-. നൈട്രൈഡ് ആണ്. നീ നോക്ക്, നൈട്രൈഡ്. NO3 ആണോ? എടാ നീ നോക്കടാ അവിടെ. NO3യുടെ എന്താ പേരെന്താ? നീ അവിടെ വായിച്ചു നോക്ക്. എന്തോ അത് വന്നിരിക്കുന്നേ? നൈട്രൈറ്റ്. നൈട്രൈറ്റ്. പിന്നെ മറ്റേ എന്താ? അത് TRIT. IT. വേറൊരെണ്ണം തന്നിട്ടുണ്ട്. അതെന്തുവാ? അതിന് തൊട്ട് താഴെ തന്നെ ഉണ്ടല്ലോ. N3-. അതായത് നൈട്രൈറ്റും ഉണ്ട്, നൈട്രേറ്റും ഉണ്ട്, നൈട്രൈഡും ഉണ്ട്. ഇത് നൈട്രൈഡ്. നൈട്രൈഡിന്റെ എന്തുവാ? N3-. അപ്പൊ എന്താ വരിക?
AL ആ AL 3 മൈനസ് എന്ത് പറയാ ഇത്ര നേരം പറഞ്ഞ നീ കേട്ടില്ലേ? ചെറുതായിട്ടൊന്ന് ഉം. എടാ ഇവിടെ 3+ഉം ഇവിടെ 3- അതായത് ഞാൻ താഴോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആദ്യം മനസ്സിലാക്കേണ്ട, താഴോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസും മൈനസും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആള് പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ താഴെയും പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ ബാലൻസ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ താഴെയാണ് വരുന്നത്. ഓക്കെ. ആ പിന്നെ ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അത് രണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ആയി പോകും. അപ്പം ALN ആയിരിക്കും. ഇത് ഇടയ്ക്ക് എവിടെ പോയതാ നീ? നെറ്റ് പോകുന്നുണ്ടോ? അത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചില്ല. ആ ഓക്കെ, ഇത് ആലോചിക്കണം. നോക്കിയോ അടുത്ത നോക്കിയോ. അടുത്ത നീ തന്നെ പറഞ്ഞു, അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ്. ഇന്ന് ഞാൻ നോക്കി പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്, നാളെ ഇത് ഇല്ല, അടുത്ത ക്ലാസ്സിൽ ഇതില്ല. ഈ അയോണിക് ഫോർമുല എല്ലാം കാണാൻ പഠിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന കോമ്പൗണ്ടിന്റെ എല്ലാം പറയണം. NH4 NH4 1+. ആ അടുത്തത് CO3 2 മൈനസ്. CO3 2-. അപ്പൊ എന്ത് വരും? NH4 ആ CO3 ട്വൈസ് അങ്ങനെയാണോ? എടാ CO3 twice. എടാ അത് 1 വരുമ്പോ നമ്മൾ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞേ? 1 വരുമ്പോ 1 എവിടാ പോകുന്നേ? 1 CO3യോട് ആണോ? പിന്നെ നീ CO3 twice, അപ്പൊ 2 എവിടാ വരുന്നേ? NH4 കൂടെ. ആ നീ എന്ത് പറഞ്ഞേ? NH4 CO3 twice എന്നാണോ പറയുന്നത്? CO3 twice എന്ന് എന്തിനാ പറയുന്നേ? അവിടെ 2 എവിടാ വരുന്നേ? NH4 കൂടെ. ആ അപ്പം NH4 twice എന്ന് പറഞ്ഞാ പോരെ? ഓ അങ്ങനെ. NH4 CO3 CO3 കഴിഞ്ഞു അല്ലേ? ആ ഇത് ഓർക്കണം. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഇതുപോലെ ഇതെല്ലാം എഴുതിയെടുത്തു. അത് സ്ഥലം വിടണേ. അതായത് ഞാനിപ്പം ഇതേപോലെ തന്നെ ഞാൻ പേര് തരാം, ആ പേരിൻ്റെ താഴോട്ട് തന്നെ ഇതെഴുതുക അങ്ങനെ. അപ്പോൾ അതായത് മൊത്തം ഒരു 3 ലൈൻ വിടണം. ഞാനൊരു പേര് തരുമ്പോൾ ആ പേരിനൊരു ലൈന്, അതിൻ്റെ താഴെ അയോൺ എഴുതാൻ ഒരു ലൈന്, അതിൻ്റെ താഴെ അതിൻ്റെ ഫോർമുല എഴുതാൻ ഒരു ലൈൻ. അപ്പം ഞാൻ കോമ്പൗണ്ടുകൾ തരാം, നിങ്ങൾ തന്നെത്താൻ എഴുതുക, നോക്കിക്കോളൂ. അടുത്തത് ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഈ ഒരു 5 ക്വസ്റ്റ്യൻ തരാം, അത് ഹോംവർക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഒന്നാമത്തേത്. അടുത്തത് അത് വേണ്ട. അടുത്തത് സിൽവർ നൈട്രേറ്റ്. അടുത്തത് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡ്. അടുത്തത് അമോണിയം നൈട്രേറ്റ്. അമോണിയം നൈട്രേറ്റ്. ഒരെണ്ണം കൂടെ തരാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത്രയും ഹോംവർക്ക് എനിക്ക് നാളെ കിട്ടണം, അടുത്ത ക്ലാസ്സിലല്ല, നാളെ വൈകിട്ട് മുമ്പ് എല്ലാവരും എനിക്ക് അയച്ചു തരണം. എല്ലാവരും ആണേ ഞാൻ ഈ പറയുന്ന ഓർത്തോണം. ഇനി ഇത് ഹോംവർക്ക് അയച്ചു തരാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത്ര എഴുതിപ്പിച്ചത് വീണ്ടും ഞാൻ എഴുതിപ്പിക്കും. അപ്പം എനിക്ക് എല്ലാവരും നാളെ വൈകിട്ട് ഒരു എത്ര മണിക്കാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നാളെ എപ്പോഴേലും എനിക്ക് അയച്ചു തരാം. ബോറോൺ ട്രൈഫ്ലൂറൈഡ്, സിൽവർ നൈട്രേറ്റ്, അലൂമിനിയം ഓക്സൈഡ്, അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇത്രയും കാര്യങ്ങൾ അയച്ചു തരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.